ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും നല്ല രീതിയിൽ വിഷു എല്ലാം ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും എന്ത് ഉത്സവമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആഘോഷമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടുതൽ നാമം ജപിക്കുക, കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, കൂടുതൽ സേവനങ്ങൾ ചെയ്യുക, ഭഗവത് സേവനങ്ങൾ, വൈഷ്ണവ സേവനങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ആഘോഷം. അതുകൊണ്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഉള്ളവർക്കറിയാം, ഓരോ ദിവസവും ആഘോഷങ്ങളാണ്. വൈഷ്ണവ കലണ്ടർ എടുക്കുവാണെങ്കിൽ ആവിർഭാവതിഥി, തിരോഭാവതിഥി, അല്ലെങ്കിൽ ജന്മാഷ്ടമി, ഗൗരപൂർണിമ, രാധാഷ്ടമി, ബലറാം പൂർണിമ, നരസിംഹ ചതുർദശി, അങ്ങനെ ഒരുപാട് ഉത്സവങ്ങൾ, മഹോത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മാസത്തിൽ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ടാവാറുണ്ട്. പിന്നീട് മാസത്തിൽ 2 ഏകാദശി വരുന്നു, അതും ഉത്സവമാണ്. കാര്യം ആധ്യാത്മിക ലോകത്തിൽ എപ്പോഴും ഉത്സവങ്ങളും ആഘോഷങ്ങളും മാത്രമേ ഉള്ളൂ. ഗോലോക വൃന്ദാവനത്തിൽ എന്നും ഉത്സവമാണ്. പറയുന്നു അവിടെ ആളുകൾ സംസാരിക്കുന്നത്, അവിടെയുള്ളവർ സംസാരിക്കുന്നത് ഗാനം പോലെയാണ്. അവർ അവരുടെ നടക്കുന്ന ആ ഒരു രീതി ഡാൻസ് കളിക്കുന്ന പോലെയാണ്. ഇതാണ് ഗോലോക വൃന്ദാവനം. അപ്പം നമ്മളിവിടെ വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന കാര്യങ്ങളല്ല, അവിടെ എന്നും ആഘോഷങ്ങളാണ്. എന്നും കൃഷ്ണനെയും രാധയെയും
അല്ലെങ്കിൽ കൃഷ്ണൻ അത് മാധുര്യ ഭാവത്തിലാണെങ്കിലും വാത്സല്യരസമാണെങ്കിലും അതോ സഖ്യരസമാണെങ്കിലും എല്ലാം എവിടെയാണെങ്കിലും ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. കൃഷ്ണനും കൂട്ടുകാരും കൂടെ കാട്ടിലേക്ക് പശുക്കളെയും കൊണ്ട് പോകുന്നത് അത് ആഘോഷമാണ്. അവരാഘോഷം പോലെയാണ് ചെയ്യുന്നത്. എന്നും കാലത്ത് പോകുന്നു, കഴിക്കാനുള്ള പ്രസാദം അമ്മയും എല്ലാ അമ്മമാരും പാക്ക് ചെയ്ത് കൊടുക്കും, അതെല്ലാം കഴിക്കാൻ വേണ്ടി അവർ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഇതെല്ലാം പാക്ക് ചെയ്ത് കിഴിയിലാക്കി സഞ്ചിയിലാക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നു. അവിടെ പോയി സദ്യയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഒരുപാട് കളികൾ കളിക്കുന്നു. ആഘോഷം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ വാത്സല്യ രസമാണെങ്കിൽ നോക്കുകയാണെങ്കിൽ യശോദറാണിയും മറ്റുള്ള മുതിർന്ന ഗോപികമാരും കൃഷ്ണനെ അലങ്കരിക്കുന്നു, ഭംഗിയായിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിപ്പിക്കുന്നു. അതിനുശേഷം മുഖത്തെല്ലാം ഗോപി ഡോട്ട്സും അങ്ങനെ പല കാര്യങ്ങളും പല ഡെക്കറേഷൻസും ചെയ്യുന്നു. അതൊരു ആഘോഷമായിട്ട് അവരെടുക്കും. അതേപോലെ തന്നെ കാലത്ത് കൃഷ്ണനും മറ്റുള്ള കൂട്ടുകാരും കൂടെ കാട്ടിലേക്ക് പോകുമ്പോൾ അവരെല്ലാവരും ഒരുപാട് ഡെക്കറേഷനോട് കൂടിയും ഒരുപാട് സന്തോഷത്തോടു കൂടിയും അവരെ പറഞ്ഞയക്കുന്നു. സന്തോഷം ഉണ്ട്, അതേ സമയത്ത് വിഷമമുണ്ട്. കാര്യം കുട്ടികളെ കാണാതിരിക്കുമ്പോൾ ഉള്ള വിഷമം, പ്രത്യേകിച്ചും കൃഷ്ണനെ കാണാതിരിക്കുന്ന വിഷമം യശോദറാണിക്കുണ്ടാവും. കൃഷ്ണനെ കാണാതിരിക്കുന്നത് യശോദറാണിക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാ ഗോപസ്ത്രീകൾക്കും ഉണ്ട്. സ്വന്തം മക്കളെ പോലെ തന്നെ, അല്ലെങ്കിൽ മക്കളേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് കൃഷ്ണനെ. അപ്പോൾ ഇവരെപ്പോൾ തിരിച്ചു വരുമെന്ന് ആലോചിച്ചിരിക്കുവാണ് അവരെല്ലാവരും. വരുന്ന സമയത്ത് എല്ലാവരും റെഡിയായി ആരതി പ്ലേറ്റുമൊക്കെ ആയിട്ട് എല്ലാവരും നിരന്ന് നിൽക്കുന്നു. കൃഷ്ണനും സുഹൃത്തുക്കളും തിരിച്ചു വരുമ്പോൾ എല്ലാവരും ആരതി ചെയ്ത് ആഘോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. അപ്പോഴേക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. വിശന്ന് വലഞ്ഞ് വരുന്നത്, കളിച്ച് വയ്യാതെയായി ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്ക് കഴിക്കാൻ നല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു. അവിടെയും ആഘോഷമാണ്, ഉത്സവമാണ് ഇപ്പോഴും. മാധുര്യരസം നോക്കുവാണെങ്കിൽ കൃഷ്ണനെയും രാധയെയും ഗോപികമാരും എല്ലാവരും കൂടെ ചേർന്ന്, സഖിമാരും മഞ്ജരിമാരും എല്ലാവരും ചേർന്ന് അലങ്കരിക്കുന്നു. നികുഞ്ചങ്ങളെല്ലാം ഭംഗിയായിട്ട് പുഷ്പങ്ങളും ഹാരങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഭംഗിയായിട്ട് അലങ്കരിച്ച് പല പല രീതിയിൽ അവരെ സേവിക്കുന്നു. ചിലവർ ശരീരത്തിൽ ചന്ദനം തേച്ച് കൊടുക്കുന്നു, മുഖത്തെല്ലാം ഡെക്കറേഷൻ ചെയ്യുന്നു. അതേപോലെ അവരുടെ നല്ല ഭംഗിയുള്ള ഹാരങ്ങളൊക്കെ, പുഷ്പങ്ങൾ, നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള ഹാരങ്ങൾ ഉണ്ടാക്കി അവരെ ധരിപ്പിക്കുന്നു. കഴുത്തിലും അതേപോലെ തന്നെ കാലിലും കൈകളിലുമൊക്കെ ഹാരങ്ങൾ അണിയിപ്പിക്കുന്നു. രാധാറാണിയുടെ ശിരസിൽ അവിടെ ഭംഗിയുള്ള ഹാരം അണിയിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പൂക്കൾ കൊണ്ടുള്ള കമ്മലുകൾ, അതേപോലെ ഭംഗിയുള്ള ഒരുപാട് ആഭരണങ്ങൾ അവർ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നു. ഇതാണ് കൃഷ്ണനും രാധയും ഇഷ്ടപ്പെടുന്നത്. സ്വർണത്തെക്കാളും വജ്രത്തെക്കാളുമൊക്കെ അവർ ഇഷ്ടപ്പെടുന്നത് നാച്ചുറലായിട്ടുള്ള ആ ഒരു മാലകളൊക്കെയാണ്. അതേപോലെ നികുഞ്ചം മുഴുവനും പുഷ്പങ്ങളും ഹാരങ്ങളുമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. പല പല നിറത്തിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ച് പല പല ഡിഫറെൻറ്റ് വാസന, സുഗന്ധമുള്ള പുഷ്പങ്ങൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിനുശേഷം വിശാഖ സഖിയും മറ്റുള്ളവരും ചേർന്ന് മനോഹരമായിട്ടുള്ള കീർത്തനം ചൊല്ലുന്നു. വീണയും മറ്റുള്ള വാദ്യ ഉപകരണങ്ങളൊക്കെ ആയിട്ട് അവർ കീർത്തനങ്ങൾ ചൊല്ലുന്നു. അതിനുശേഷം കൂടെ ഡാൻസ് കളിക്കുന്നു കുറേ പേര്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ആഘോഷം മാത്രമേ ഉള്ളൂ. ചുരുക്കം പറയുകയാണെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് വരുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർക്കുക, ഈ ഫെസ്റ്റിവൽ ആഘോഷങ്ങളൊക്കെ അവിടെ എന്നും ഉള്ളതാണ്. എന്തായിരിക്കും ആ ഒരു ആനന്ദം. സോ ആ ഒരു ഭാവത്തിൽ ആയിരിക്കണം നമ്മൾ ഇതിനെല്ലാം നോക്കിക്കാണേണ്ടത്.
അതിനുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ ഇതെല്ലാം നോക്കിക്കാണേണ്ടത്. ഓക്കെ, ശ്ലോകം 22. ഒരു നിമിഷം. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിതിക്ഷുർവാസുദേവാസോ സഹിഷ്ണു പിതരൗ ഇവ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ ദിദിക്ഷോർവസുദേവാസൗ സഹിഷ്ണു പിതരാവിവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ ദിദിക്ഷുർവാസുദേവാസോ സഹിഷ്ണു പിതരാവിവ. ഹരേ കൃഷ്ണ. ശീലപ്രഭുപാ കി ജയ്. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിദിക്ഷുർവാസുദേവാസൗ വാസൗ സഹിഷ്ണു പിതരാരിവ. ഹരേ കൃഷ്ണ. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ ദിദിക്ഷുർവാസുദേവസ്വോ സഹിഷ്ണു പിതരാവിവ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിതിക്ഷുർവസുദേവാസ സഹിഷ്ണു പിതരാവിവ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു വിവർത്തനം ഭാവാർത്ഥം. വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ His Divine Grace A.C. Bhaktivedanta Swami Prabhupada Srila Prabhupada ki jai. വിവർത്തനം. ഈ ശിശു മൃഗരാജാവിനെ പോലെ ശക്തിമാനും ഹിമാലയ പർവ്വതത്തെ പോലെ സമൂല്യമായ അഭയപ്രദായകനും ഭൂമിയെ പോലെ സഹനശക്തിയുള്ളവനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പോലെ സഹിഷ്ണുതയുള്ളവനുമായിരിക്കും. ഭാവാർത്ഥം. ശത്രുവിനെ വേട്ടയാടുന്നതിൽ അതിശക്തനാവുമ്പോൾ ഒരാളെ സിംഹത്തോട് സാദൃശ്യപ്പെടുത്തുന്നു. ഒരാൾ ഭവനത്തിൽ ആട്ടിൻകുട്ടിയെ പോലെയും നായാട്ടിൽ സിംഹത്തെ പോലെയും ആകണം. വിഭവ സമൃദ്ധി കൊണ്ട് പ്രശസ്തമാണ് ഹിമാലയ പർവ്വതങ്ങൾ. വസിക്കുവാൻ അസംഖ്യം ഗുഹകളാലും ഭക്ഷ്യയോഗ്യമായ നല്ല ഫലങ്ങളുമുള്ള എണ്ണമറ്റ വൃക്ഷങ്ങളാലും നല്ല ചോലകളാലും രോഗം ഭേദമാക്കാൻ ഉപകരിക്കുന്ന ഔഷധങ്ങളാലും ധാതുക്കളാലും സമ്പുഷ്ടമാണ് അവിടം. ഭൗതിക സമൃദ്ധി ഇല്ലാത്തവർ ഈ മഹത്തായ പർവ്വതത്തെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. ഭൗതികവാദിക്കും ആത്മീയവാദിക്കും ഹിമാലയ പർവ്വത നിരകളുടെ ഈ മഹാ അഭയസ്ഥാനത്തിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നു. ഭൗമോപരിതലത്തിൽ ഭൂലോകവാസികളാൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആധുനിക യുഗത്തിൽ ജനങ്ങൾ ഭൗമോപരിതലത്തിൽ അണ്വായുധ സ്ഫോടന പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഭൂമി അവർ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഭൂനിവാസികളെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ എല്ലാ വിധത്തിലുമുള്ള കുചേഷ്ടിതമായ പ്രവർത്തികളും മാതാപിതാക്കൾ ക്ഷമിക്കുന്നത് പോലെ ഈ സർവ്വവിധ ഗുണങ്ങളും ഒരു ഉത്തമ രാജാവിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ശിശുവായ പരീക്ഷത്തിൽ ഈ എല്ലാ ഗുണങ്ങളും അതിന്റെ പൂർണ്ണ തോതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി പ്രവചിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ക്വാളിറ്റീസാണ് പറയുന്നത് അല്ലേ. ബ്രാഹ്മണര് അവിടെ കൂടിയിട്ടുള്ള ബ്രാഹ്മണര് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ക്വാളിറ്റീസ് അവർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ 19 ശ്ലോകം മുതൽ കാണുന്നു
പല പല ക്വാളിറ്റീസ് ഓൾറെഡി ബ്രാഹ്മണർ പറയുന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശക്തിയുടെ കാര്യത്തിൽ സിംഹത്തെ പോലെ ആണ് എന്നുള്ളത്. സിംഹം നമുക്കറിയാം ഏറ്റവും ശക്തിയുള്ള ഒരു മൃഗമാണ് അല്ലേ. അപ്പോൾ വേട്ടയാടുന്ന സമയത്ത് സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സിംഹം കീഴടക്കിയിരിക്കും, ശക്തിയാണ്. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഏത് ശത്രു വന്നാലും ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി വേണം. ഇവിടെ അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നു, സിംഹത്തെ പോലെ ശക്തിശാലിയായിരിക്കും, ഒരിക്കലും ആ വേട്ടയിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്യമത്തിൽ തോൽക്കില്ല. അതേപോലെ ശക്തിശാലിയായിട്ടുള്ള വ്യക്തിയാണ് പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെയായിരിക്കുമെന്ന് ഇവർ പറയുന്നു, ബ്രാഹ്മണർ പറയുന്നു. ഇനി ഹിമാലയ പർവ്വതമായിട്ടും അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഹിമാലയം എന്ന് പറയുന്നത് എല്ലാവർക്കും ആശ്രയമാണ്. ഇവിടെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ശില പ്രഭുപാദി പറയുന്നു, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഹിമാലയം ആശ്രയമാണ്. അതായത് ഒന്നുമില്ലാത്ത കാര്യം, ഹിമാലയം പർവ്വതങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. അതായത് പഴവർഗ്ഗങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ധാതുക്കളാണെങ്കിലും മിനറൽസ് ആണെങ്കിലും ഈവൻ സ്വർണം അങ്ങനെയുള്ള മെറ്റൽസും ഒക്കെ ഇതെല്ലാം പർവ്വതങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹിമാലയം പർവ്വതത്തിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കും ശരണം പ്രാപിക്കാൻ അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു വ്യക്തിയാണ് ഹിമാലയ പർവ്വതങ്ങൾ. അതുകൊണ്ട് അതേപോലെ എല്ലാവർക്കും ആശ്രയിക്കാം. പരീക്ഷിത്ത് മഹാരാജാവിനെ ആശ്രയിക്കാൻ സാധിക്കും, എല്ലാവരെയും ഒരേപോലെ സംരക്ഷിക്കും. ഹിമാലയ പർവ്വതം എല്ലാവർക്കും, ഹിമാലയ പർവ്വതത്തെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവിനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടതെല്ലാം അദ്ദേഹം കൊടുക്കും. അതേപോലെ ആ ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, ഭൂമിയെപ്പോലെ സഹിഷ്ണുതയുണ്ടാവും പരീക്ഷിത്ത് മഹാരാജാവിന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂമിയിൽ ശിലപ്രഭാജി ഭാവത്തിൽ പറയുന്നു, ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ആളുകൾ ഈ ഭൂമിയെ ടോർച്ചർ ചെയ്യുന്നത് പല രീതിയിൽ പല തരത്തിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. എണ്ണ എടുക്കാൻ വേണ്ടി, ഓയിൽ എടുക്കാൻ വേണ്ടിയും ഗ്യാസ് എടുക്കാൻ വേണ്ടിയൊക്കെ എത്രമാത്രം ഡ്രിൽ ചെയ്യുന്നു, എത്രമാത്രം ഭൂമിയെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തിനു പറയണം, ഞാനിരിക്കുന്ന ഈ രാജ്യത്ത് രാജ്യത്തിൻ്റെ ഒരു എക്കണോമി എന്ന് പറയുന്നത് തന്നെ ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. ഈ രാജ്യം മാത്രമല്ല, ഇത് ചെറിയൊരു എക്സാമ്പിൾ മാത്രം. ഇതല്ലാതെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ രാജ്യത്തിലും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ കുടിക്കുന്നത് മാത്രമല്ല, ഈവൻ കശാപ്പ് ശാലകൾ, അതേപോലെ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള യുദ്ധങ്ങൾ, ബോംബ് ഉപയോഗിക്കുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെ പല രീതിയിലും ഭൂമിയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു ആളുകൾ. പക്ഷേ ഭൂമി ഇതെല്ലാം സഹിക്കുന്നു, സഹിഷ്ണുതയോടുകൂടി ഇതെല്ലാം സഹിക്കുന്നു. എങ്ങനെയാണ് സഹിക്കുന്നത്? ഒരു അമ്മ എങ്ങനെയാണോ കുട്ടികളുടെ ആ ചവിട്ടും അടിയുമൊക്കെ സഹിക്കുന്നത്, ചെറിയ കുഞ്ഞുങ്ങൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മയെ ചവിട്ടുന്നു, ചിലപ്പോൾ അമ്മയെ അടിക്കുന്നു അല്ലെ. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്. അപ്പോൾ അമ്മ അതെല്ലാം സഹിക്കുകയാണ് ചെയ്യുക. അല്ലാതെ എന്തിനു നീ ചവിട്ടി, എന്തിനു നീ എന്നെ അടിക്കുന്നു എന്ന് ചോദിക്കില്ല. കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ അവരറിയാതെ ചെയ്യുന്നതാണ്. അതേപോലെയാണ് ഭൂമിദേവി സഹിക്കുന്നത്. സ്വന്തം അമ്മ കുഞ്ഞുങ്ങളുടെ ആ ഒരു ചവിട്ടിനെയും തൊഴിയെയും ഒക്കെ സഹിക്കുന്നത് പോലെ ഭൂമിദേവി ക്ഷമിക്കുന്നു എല്ലാവരോടും. എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഭൂമിദേവി സഹിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം സഹനശക്തിയുണ്ട് ഭൂമിക്ക്. അപ്പോൾ ഇവിടെ പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവും അതേപോലെയാണ്. ഒരുപാട് സഹിഷ്ണുത അല്ലെങ്കിൽ സഹനശക്തിയുള്ള ഒരു മഹാരാജഋഷി ആയിരിക്കും അദ്ദേഹം ഭാവിയിൽ എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. അപ്പോൾ സഹിഷ്ണുതയുടെ കാര്യം പറഞ്ഞു ഭൂമി. അതേപോലെ തന്നെ എല്ലാം സഹിക്കാനും രണ്ട് ക്വാളിറ്റീസാണ് പറയുന്നത്. ഒന്ന്
ഭൂമിയുടെ ഒന്ന് മാതാപിതാക്കളുടെ രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഭൂമിദേവി ആണെങ്കിലും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് എല്ലാം സഹിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണോ മക്കളുടെ കാര്യങ്ങൾ അച്ഛനും അമ്മയും സഹിക്കുന്നത്, ടോളറേറ്റ് ചെയ്യുന്നത്, അതേപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ക്വാളിറ്റീസ് എല്ലാം തന്നെ പരീക്ഷിത് മഹാരാജാവിനുണ്ട്, ഉണ്ടാവും ഭാവിയിൽ എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. അതാണ് ശീലപ്രഭാജിയും ഭാവാർത്ഥത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. പിതാമഹ സമാസമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാമഹ സമ സാമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. പിതാമഹ സമാസാമ്യേ പ്രസാദേ ഗിരിശോപമാഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പിതാമഹ സാമ്യേ പ്രസാദേ ഗിരി ശോഭമാഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രാമാശ്രയാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. പിതാമഹ സമാസാമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പിതാമഹ സമ സാമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിക്കും. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ശിശു തന്റെ പിതാമഹൻ യുധിഷ്ഠിരനെ അല്ലെങ്കിൽ ബ്രഹ്മദേവനെ പോലെ സമചിത്തതയുള്ളവനും കൈലാസനാഥനായ ശിവനെ പോലെ അത്യുദാരനും ഐശ്വര്യദേവതയുടെ പോലും അഭയസ്ഥാനമായ പരമദിവ്യോത്തമ പുരുഷൻ നാരായണനെ പോലെ ഏവരുടെയും ആശ്രയവുമായിരിക്കും. ഭാവാർത്ഥം. സമചിത്തതയുടെ കാര്യത്തിൽ പിതാമഹനെ പോലെ എന്നത് മഹാരാജാവ് യുധിഷ്ഠിരനെയും സർവ്വജീവാത്മാക്കളുടെയും പിതാമഹനായ ബ്രഹ്മദേവനെയും കുറിക്കുന്നു. ശ്രീധരസ്വാമി പിതാമഹൻ എന്നത് ബ്രഹ്മദേവനെ കുറിക്കുന്നുവെന്നും വിശ്വനാഥ ചക്രവർത്തി പിതാമഹൻ എന്നാൽ സ്വയം മഹാരാജാവ് യുധിഷ്ഠിരനാണെന്നും അഭിപ്രായപ്പെടുന്നു. ഇരുവരും പരമദിവ്യോത്തമ പുരുഷന്റെ ആധികാരിക പ്രതിനിധികളാകയാൽ ഇരുവരുടെയും ഉപമ തുല്യശ്രേഷ്ഠതയുള്ളതാകുന്നു. ഇരുവരും ജീവാത്മാക്കളുടെ ക്ഷേമ കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയാൽ രണ്ടുപേർക്കും സമചിത്തത കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഭരണത്തലപ്പത്ത് ഇരിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഏതൊരു ഭരണ നിർവാഹക പ്രതിനിധിക്കും താൻ ആർക്കു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അവരുടെ തന്നെ വിവിധ തരത്തിലുള്ള കടന്നാക്രമണത്തെ സഹിക്കേണ്ടതായി വരുന്നു. ഭഗവാന്റെ പരമപരിപൂർണതയുള്ള ഭക്തകളായ ഗോപികമാരാൽ പോലും ബ്രഹ്മദേവൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രത്യേക പ്രപഞ്ചത്തിന്റെ ദ്രഷ്ടാവായ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച കണ്ണിമകൾ കൃഷ്ണ ഭഗവാനെ വീക്ഷിക്കുന്നതിൽ അവർക്ക് വിഘ്നം സൃഷ്ടിക്കുന്നതാകയാൽ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ ഗോപികമാർ അസംതൃപ്തരായിരുന്നു. തങ്ങളുടെ പ്രിയതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം തടസ്സപ്പെടുത്തുന്നതിനാൽ ക്ഷണനേരത്തെ ഇമ ചിമ്മുന്നത് പോലും അവർക്ക് സഹിക്കാൻ സാധ്യമായിരുന്നില്ല. ആകയാൽ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയുടെ സർവ്വപ്രവർത്തികളെയും വിമർശിക്കുന്ന നൈസർഗിക ഗുണമുള്ള മറ്റുള്ളവയെ കുറിച്ച് എന്തു പറയാനാണ്? അതേപോലെ ശത്രുക്കളാൽ സൃഷ്ടിക്കപ്പെട്ട നിരവധി പ്രതിസന്ധികളെ മഹാരാജാവ് യുധിഷ്ഠിരന് തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അത്തരം എല്ലാ നിർണായക സാഹചര്യങ്ങളിലും മാനസിക സമചിത്തത കാത്തുസൂക്ഷിക്കുന്നതിന് അദ്ദേഹം അത്യന്തം പ്രവീണനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആകയാൽ മാനസിക സമചിത്തത കാത്തുസൂക്ഷിക്കുന്നതിൽ ഇരു പിതാമഹന്മാരുടെയും ദൃഷ്ടാന്തം തികച്ചും അനുയോജ്യമാകുന്നു.
യാചിച്ചു ചെല്ലുന്നവർക്ക് അനുഗ്രഹാശിസുകൾ പ്രദാനം ചെയ്യുന്നതിൽ വിസ്തൃതനായ ദേവനാണ് പരമശിവൻ. ആകയാലാണ് ആശുതോഷൻ അഥവാ ക്ഷിപ്രപ്രസാദി എന്ന നാമധേയത്തിൽ അദ്ദേഹം വിശേഷിക്കപ്പെടുന്നത്. ഭൂതനാഥൻ അഥവാ സാമാന്യ ജനത്തിന്റെ പ്രഭു എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അനന്തര ഫലങ്ങളെ കുറിച്ച് ആലോചിക്കാതെ പോലും അത്യുദാരമായ അനുഗ്രഹാശിസുകൾ പ്രദാനം ചെയ്യുകയാലാണ് മുഖ്യമായും സാമാന്യ ജനങ്ങൾ അദ്ദേഹത്തോടെ ആസക്തമാകുന്നത്. രാവണന് പരമശിവനോട് വളരെ പ്രതിപത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അനായാസേന പ്രസാദിപ്പിച്ച് രാവണൻ അതിശക്തനായി തീരുകയും ഭഗവാൻ രാമന്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. സ്വാഭാവികമായി പരമദിവ്യോത്തമ പുരുഷനും പരമശിവന്റെ നാഥനുമായ ശ്രീരാമനുമായി രാവണൻ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ പരമശിവൻ രാവണനെ സഹായിക്കുകയുണ്ടായില്ല. ഒരിക്കലും മൃഗാസുരന് കുഴപ്പം നിറഞ്ഞതും ഉപദ്രവമുളവാക്കുന്നതുമായ ഒരു വരം പരമശിവൻ നൽകുകയുണ്ടായി. ആരെയും ശിരസിൽ തൊടുന്നത് കൊണ്ടു മാത്രം ഇല്ലാതാക്കാനുള്ള ശക്തി ശിവന്റെ അനുഗ്രഹത്താൽ മൃഗാസുരന് ലഭിച്ചു. പരമശിവൻ നൽകിയ വരമായിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ തന്നെ ശിരസിൽ തൊട്ട് അതിന്റെ ശക്തി പരീക്ഷിക്കുവാൻ ആ വഞ്ചകൻ തുനിഞ്ഞു. അങ്ങനെ ഈ വിഷമസ്ഥിതിയിൽ നിന്ന് രക്ഷ നേടാൻ മഹാദേവന് വിഷ്ണുവിനെ അഭയം പ്രാപിക്കേണ്ടതായി വന്നു. വിഷ്ണു ഭഗവാൻ തന്റെ മായിക ശക്തിയാൽ സ്വശിരസിൽ കൈവച്ച് പരീക്ഷിക്കുവാൻ മൃഗാസുരനെ പ്രേരിപ്പിച്ചു. അവൻ അപ്രകാരം ചെയ്യുകയും സ്വയം ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെ ദേവന്മാരിൽ നിന്നും വരം യാചിക്കുന്ന അത്തരം ഒരു ചതിയനാലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ലോകം രക്ഷിക്കപ്പെട്ടു. ഇതിലെ വിശേഷ ആശയം എന്തെന്നാൽ പരമശിവൻ ആർക്കും ഏത് സമ്മാനവും ഒരിക്കലും നിഷേധിക്കുന്നില്ല എന്നതാണ്. ആകയാൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പിശകു സംഭവിച്ചാലും അദ്ദേഹം ഏറ്റവും ഉദാരശീലനാണ്. രമ എന്നാൽ ഐശ്വര്യദേവത എന്നാണ് അർത്ഥം. അവരുടെ അഭയസ്ഥാനം ഭഗവാൻ വിഷ്ണുവാകുന്നു. ഭഗവാൻ വിഷ്ണു സർവ്വജീവാത്മാക്കളുടെയും പരിപാലകനാണ്. ഈ ലോകത്തിൽ മാത്രമല്ല ലക്ഷക്കണക്കിനുള്ള മറ്റെല്ലാ ലോകങ്ങളിലും അസംഖ്യം ജീവാത്മാക്കളുണ്ട്. ആത്മസാക്ഷാത്കാരത്തിനായുള്ള പുരോഗമന പാതയിൽ ജീവിതത്തിനാവശ്യമായ എല്ലാ അവശ്യ സൗകര്യങ്ങളും ഈ ജീവാത്മാക്കൾക്കെല്ലാം നൽകപ്പെടുന്നു. എന്നാൽ ഇന്ദ്രിയാസ്വാദനത്തിന്റെ പാതയിൽ മായാശക്തി വഴി അവർ വിഷമസന്ധിയിലാക്കപ്പെടുന്നു. അങ്ങനെ അവർ സാമ്പത്തിക അഭിവൃദ്ധി എന്ന ഒരു അബദ്ധ പദ്ധതിയുടെ പദ്മാവിൽ സഞ്ചരിക്കുന്നു. അത്തരം സാമ്പത്തിക അഭിവൃദ്ധി മായികമായതിനാൽ ഒരിക്കലും വിജയപ്രദമാകുന്നില്ല. ഇത്തരം വ്യക്തികൾ സദാ മായിക ഐശ്വര്യദേവതയുടെ കൃപയ്ക്കു പിന്നാലെ പായുകയാണ്. എന്നാൽ ഐശ്വര്യദേവതയ്ക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ അഭയത്തിൻ കീഴിൽ മാത്രമേ വസിക്കുവാൻ കഴിയുകയുള്ളൂ എന്നത് അവരറിയുന്നില്ല. വിഷ്ണു ഇല്ലാത്ത പക്ഷം ഐശ്വര്യദേവത വെറും മായയാണ്. ആകയാൽ നാം ഐശ്വര്യദേവതയുടെ സംരക്ഷണം നേരിട്ട് കാക്ഷിക്കുന്നതിനു പകരം ഭഗവാൻ വിഷ്ണുവിന്റെ സംരക്ഷണം തേടണം. ഭഗവാൻ വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ ഭക്തർക്കും മാത്രമേ ഏവർക്കും സംരക്ഷണം നൽകാൻ കഴിയുകയുള്ളൂ. മഹാരാജാവ് പരീക്ഷിത്ത് സ്വയം ഭഗവാൻ വിഷ്ണുവിന്റെ സംരക്ഷണത്തിനാകയാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പൂർണ്ണ സംരക്ഷണം നൽകുവാൻ അദ്ദേഹത്തിന് തികച്ചും സാധ്യമായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഉപമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമചിത്തതയുടെ കാര്യത്തിൽ ബ്രഹ്മാവിനെ പോലെ അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ ആയിരിക്കും പരീക്ഷിത് മഹാരാജാവ് എന്ന് പറയുന്നു. പിന്നെ മറ്റുള്ളവരോടുള്ള ആ ഒരു കാരുണ്യം ആണെങ്കിൽ മഹാദേവൻ ശിവൻ എല്ലാവരുടെയും ആശ്രയമാവുന്ന നാരായണനെ പോലെയും ആയിരിക്കും പരീക്ഷിത് മഹാരാജാവ് എന്നും ഇവിടെ ഉപമിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് അല്ലെങ്കിൽ ബ്രഹ്മാവ് ഇവിടെ പറയുന്നു ശ്ലോകത്തിൽ പിതാമഹ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീധർ സ്വാമി അദ്ദേഹം നമ്മുടെ ആചാര്യൻ അദ്ദേഹം പറയുന്നു ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ വേറെ ആചാര്യൻ അദ്ദേഹം പറയുന്നു യുധിഷ്ഠിര മഹാരാജാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും രണ്ടും ശരിയാണെന്നാണ് ശില പ്രഭുപാദി പറയുന്നത്. കാര്യം ബ്രഹ്മാവാവട്ടെ യുധിഷ്ഠിര മഹാരാജാവട്ടെ അവരെ പോലെ ഈ സമചിത്ത ഒരു മനോഭാവം ഉണ്ടായിരുന്ന വേറെ ആളുകൾ ഉണ്ടായിരുന്നില്ല. കാര്യം ഒരുപാട് ഉത്തരവാദിത്വമുള്ള പൊസിഷൻസിലിരിക്കുന്നവരാണ്. ബ്രഹ്മാവിൻ്റെ കാര്യം നമുക്കറിയാം. ബ്രഹ്മാവ് സൃഷ്ടി മുഴുവനും ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണു അതായത് സെക്കൻഡറി ക്രിയേഷൻ വിസർഗം ചെയ്യുന്നതെല്ലാം ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന് ഒരുപാട് വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണുള്ളത്. എന്നാൽ ആ ബ്രഹ്മാവിന് പോലും പലവരുടെയും ക്രിറ്റിസിസം കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ട്.
ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ശരിയല്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ ഗോപികമാർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശീല പ്രഭാജി പറയുകയാണ്. ഈ കണ്ണ് അടഞ്ഞു പോകുന്ന അതായത് എന്ത് കണ്ണുകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഓരോ നിമിഷത്തിലും കണ്ണടയുന്ന സമയത്ത് കൃഷ്ണനെ ആ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ്റെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് അടഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് അത്രയും സമയം നഷ്ടപ്പെടുന്നു. എന്ത് തരത്തിലുള്ള സൃഷ്ടാവാണ് ബ്രഹ്മാവ് എന്നായിരുന്നു ഗോപികമാരെ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ബ്രഹ്മാവ് ഇതെല്ലാം വളരെ ഭക്തിയുടെ ഒരു ഭാവമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സമചിത്തയോടെ കാണുന്നു. അതേപോലെ പല സാഹചര്യങ്ങളും പല സിറ്റുവേഷൻസിലും അങ്ങനെ കാണാം. പിന്നെ യുധിഷ്ഠിര മഹാരാജാവും അതേപോലെ തന്നെ ആരെയാണ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും രണ്ടും ഒരേപോലെയാണ്. യുധിഷ്ഠിര മഹാരാജാവും അതേപോലെ തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്തും അദ്ദേഹം വളരെ സമചിത്ത മനോഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാ സാഹചര്യങ്ങളെയും അദ്ദേഹം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സ്വഭാവം പരീക്ഷത്ത് മഹാരാജാവിനും ഭാവിയിൽ ഉണ്ടാവും എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. പിന്നീട് മഹാദേവനെക്കുറിച്ച് പറയുന്നു ശിലപ്രഭാജി. അശ്വതോഷ് എന്നുള്ളൊരു പേര് മഹാദേവനുണ്ട്. ഭൂതനാഥൻ എന്നും അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം എല്ലാവർക്കും, അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക് ശിവൻ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദം അദ്ദേഹം കൊടുക്കും, അതായത് അവരെ അനുഗ്രഹിക്കും. രാവണനും അതേപോലെ വൃക്കാസുരനും ഇവർ രണ്ടുപേരുടെ കാര്യം ഇവിടെ പറയുന്നു. രാവണൻ നമുക്കറിയാം ശിവനെ പൂജിച്ചിരുന്നു. അങ്ങനെ ഭഗവാൻ ശിവൻ രാവണന് കുറേ ശക്തികൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാനുമായിട്ടുള്ള യുദ്ധം സമയത്ത് രാവണനെ സഹായിച്ചിട്ടില്ല ശിവൻ. കാര്യം മഹാദേവൻ്റെ ആരാധന പുരുഷനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു, അല്ലെങ്കിൽ നാരായണന് എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി രാവണനെ സഹായിച്ചിട്ടില്ല. അതേപോലെ വൃക്കാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഭഗവാൻ ശിവനിൽ നിന്ന് അദ്ദേഹം അനുഗ്രഹം വാങ്ങിച്ചു. എന്തായിരുന്നു അദ്ദേഹം വാങ്ങിച്ച വരം എന്ന് നമ്മൾ വായിച്ചു അല്ലേ? അതായത് അദ്ദേഹം തൊടുന്ന ആരുടെയെങ്കിലും ശിരസ് തൊടുവാണെങ്കിൽ ആ ശിരസ് അപ്പോൾ പൊട്ടിപ്പോകുന്നു, അവർ മരിക്കുന്നു. ഈ ഒരു വരമാണ് വാങ്ങിച്ചത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് വരങ്ങളാണ് നോക്കൂ. വൃക്കാസുരൻ, അസുരന്മാരാണ് ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ ചോദിക്കുന്നത്. ശിവൻ വേറെ, ഭഗവാൻ ശിവൻ്റെ ആ ഒരു മനസ്കത കാരണം ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അത് അത്രയും വിശാല മനസ്കനാണ് മഹാദേവൻ. ആ ഒരു പോയിന്റാണ് ഇവിടെ പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിനും ആ സ്വഭാവം ഉണ്ടാവും. അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക് വിശാല മനസ്കനായിട്ടുള്ള മഹാദേവനെ പോലെ അവർക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും, അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. അതേപോലെ ആയിരിക്കും പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്നു. വൃക്കാസുരൻ ഈ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു വരത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മഹാദേവൻ്റെ തന്നെ ശിരസ് തൊടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വൃക്കാസുരൻ്റെ ആ ഒരു ആസുരികമായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. വരം കൊടുത്ത ആളിൽ തന്നെ ടെസ്റ്റിംഗ് നടത്താൻ നോക്കി. മഹാദേവൻ രക്ഷയ്ക്കായിട്ട് വേഗം പോയി ആശ്രയിക്കുന്നു. ആരെ? ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് വിഷ്ണുവാണ് രക്ഷിക്കുന്നത് അല്ലേ? എന്നെ വൃക്കാസുരൻ വിഷ്ണു വേഷം മാറി വന്ന് വൃക്കാസുരനെ പറ്റിച്ചു. ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്ത് കളികളൊന്നും നടക്കില്ല, കൃഷ്ണൻ്റെ അടുത്ത് ഒരു കളികൾ നടക്കില്ല. അങ്ങോട്ട് ചീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ചീറ്റിംഗ് കൃഷ്ണൻ ചെയ്യും. വൃക്കാസുരന് ഭഗവാൻ വിഷ്ണു വന്ന് വേഷം മാറി വന്ന അവസാനം വൃക്കാസുരൻ്റെ തലയിൽ വൃക്കാസുരൻ തന്നെ തൊട്ടു. അങ്ങനെ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കഥ കഴിയുന്നു. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ വിശാല മനസ്കതയെക്കുറിച്ച് പറയുന്നു. ഇതേപോലെ പരീക്ഷിത്ത് മഹാരാജാവിന് ഈ ഒരു ക്വാളിറ്റി എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നീട് ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ച്, അല്ലെങ്കിൽ രമാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ എല്ലാമായിട്ടുള്ള വിഷ്ണു
എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, അല്ലേ? പരിപാലനം ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. അപ്പോൾ ആ വിഷ്ണു എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നു. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാവരെയും സംരക്ഷിക്കുന്നു, എല്ലാവരെയും പരിപാലിക്കുന്നു. ഈ ക്വാളിറ്റികളെല്ലാം അദ്ദേഹത്തിനുണ്ടാവും എന്നാണ് ഇവിടെ ബ്രാഹ്മണർ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ. അതായത് ചില ആളുകൾ ഭഗവാൻ വിഷ്ണുവിനെ മാറ്റി നിർത്തി ലക്ഷ്മിയെ മാത്രം ആരാധിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്മിയെ മാത്രം പൂജിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കാര്യം ലക്ഷ്മി എന്ന് പറയുന്നത് ധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐശ്വര്യങ്ങൾക്ക് വേണ്ടി മാത്രം പല പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ അവർ അറിയുന്നില്ല, വിഷ്ണു ഇല്ലാതെ, ഭഗവാൻ വിഷ്ണു ഇല്ലാതെ ലക്ഷ്മി ദേവി തനിയെ ഇല്ല. തനിയെ ലക്ഷ്മി ദേവിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എന്നാൽ ചില ആളുകൾ ലക്ഷ്മി ദേവിയെ മാത്രം പൂജിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമെന്നുള്ളത് അതെല്ലാം മായ ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ വിഷ്ണുവിനെ ചേർത്തുകൊണ്ട് ലക്ഷ്മിയെ ആരാധിക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ലക്ഷ്മി ദേവിയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ തനിയെ ആരാധിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ വിഷ്ണുവിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. കാരണം ലക്ഷ്മി പതിയാണ് ഭഗവാൻ വിഷ്ണു, ശ്രീമൻ നാരായണൻ, അല്ലേ? അപ്പോൾ വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ, ശ്രീമൻ നാരായണനെ ആരാധിച്ചാൽ മാത്രം മതി, അദ്ദേഹത്തെ ശരണം പ്രാപിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കോളും. എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നു, എല്ലാവരെയും പരിപാലിക്കുന്നു. അപ്പോൾ ഇതെല്ലാം, ഈ ക്വാളിറ്റീസ് എല്ലാം മഹാരാജ് പരീക്ഷത്തിനും ഉണ്ടാവും എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. ശ്ലോകം 24. സർവസദ്ഗുണ മഹാത്മ്യേ ഏഷാ കൃഷ്ണം അനുവൃതഃ രന്തി ദേവോ ഇവോദാരോ യയാതിരിവ ധാർമികാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രതഃ രന്തി ദേവ ഇവോദാരോ യയാതിരിവ ധാർമികഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രതഃ രന്തി ദേവ ഇവോദാരോ യയാതിരിവ ധാർമികാഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവസദ്ഗുണ മഹാത്മ്യേ ഏഷാ കൃഷ്ണമനുവ്രതഃ രന്തി ദേവ യോദാരോ യയാതിരിവ ധാർമികാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രതഃ രന്തി ദേവ ഇവോദാരോ യയാതിരിവ ധാർമികഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രതഃ രന്തി ദേവായോദാരോ യയാതിരിവ ധാർമികഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രതഃ രന്തി ദേവ ഇവോദാരോ യയാതിരിവ ധാർമികഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വിവർത്തനം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആശ്രിതനാകിയാൽ ഈ കുഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലടികളെ പിന്തുടരുകയും ശ്രീകൃഷ്ണനെ പോലെ ഉത്തമനായിരിക്കുകയും ചെയ്യും. മഹാമനസ്കതയിൽ രന്തിദേവനെ പോലെയും ധർമ്മനിഷ്ഠയിൽ യയാതിയെ പോലെയുമായിരിക്കും. ഭാവാർത്ഥം. ഒരാൾ സർവ്വതും ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലടികളെ മാത്രം പിന്തുടരണമെന്ന് ഭഗവത്ഗീതാന്ത്യത്തിൽ ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ഉദ്ബോധനത്തോട് അല്പജ്ഞാനികളായവർ യോജിക്കുകയില്ല. നിർഭാഗ്യമാകാം അതിന് കാരണം. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ ഈ ഉദാത്തമായ നിർദ്ദേശത്തെ പെട്ടെന്ന് ഗ്രഹിക്കുകയും അത് പ്രയോജനപ്പെടുത്തി ഗുണഭോക്താവുകയും ചെയ്യുന്നു. ഗുണവിശേഷങ്ങളുടെ സംപ്രാപ്തിക്ക് മുഖ്യ കാരണം സംസർഗമാണെന്ന് മൂഢന്മാർ അറിയുന്നില്ല.
ഭൗതികാർത്ഥത്തിൽ പോലും അഗ്നിസമ്പർക്കം ഒരു വസ്തുവിനെ ചൂടുപിടിപ്പിക്കുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷന്റെ സമ്പർക്കം ഒരാളെ ഭഗവാന് തുല്യ യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നു. നാം മുമ്പ് പ്രസ്താവിച്ചതുപോലെ 78% ദൈവിക ഗുണവിശേഷങ്ങളും ഭഗവാന്റെ ഉറ്റ സംസർഗത്താൽ ഒരാൾക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്നു. ഭഗവത് നിർദ്ദേശങ്ങളെ അനുവർത്തിക്കുകയെന്നാൽ ഭഗവാനുമായി സംസർഗത്തിലാകുക എന്നത് തന്നെയാണ്. ഭഗവാൻ ഒരു ഭൗതിക വസ്തു അല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്പർശിച്ചറിയാൻ സാധ്യമല്ല. അത്തരം ഭഗവത് സംസർഗം അനുഭവിച്ചറിയാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഭഗവാൻ സർവ്വവ്യാപിയാകുന്നു. ആകയാൽ അദ്ദേഹം ഏതു സമയത്തും എവിടെയും സന്നിഹിതനായിരിക്കുന്നു. പൂർണ്ണാഭിജ്ഞനാകയാൽ ഭഗവാനും അദ്ദേഹത്തിന്റെ നാമരൂപ ഗുണവിശേഷങ്ങളും പരിച്ഛദങ്ങളും അദ്ദേഹത്തിൽ നിന്നും അഭിന്നങ്ങളാകുന്നു. തന്നിമിത്തം അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങൾ അനുവർത്തിക്കുക മുഖേന മാത്രം ഭഗവത് സംസർഗം പൂർണ്ണമായി സാധ്യമാകുന്നു. മാതൃഗ്രഹത്തിലായിരുന്നപ്പോൾ മുതൽ ജീവിതാന്ത്യം വരെ മഹാരാജാവ് പരീക്ഷിത് ഭഗവാനുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. ആകയാൽ ഭഗവാന്റെ സാരവത്തായ എല്ലാ വിശേഷ ഗുണങ്ങളും സർവ പരിപൂർണതയോടുകൂടി അദ്ദേഹം സംപ്രാപ്തമാക്കി. രന്തിദേവൻ. മഹാഭാരത ദ്രോണപർവ 67 പ്രതിപാദിച്ചിരിക്കുന്ന പോലെ ശ്രീനാരദൻ സഞ്ജയന് നിർദ്ദേശം നൽകുന്ന വേളയിൽ മഹാഭാരത കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന പ്രാചീന രാജാവ് രന്തിദേവനെ കുറിച്ച് സൂചിപ്പിച്ചു. രന്തിദേവൻ മഹാനായ രാജാവായിരുന്നു. അദ്ദേഹം അതിഥി സൽക്കാരത്തിൽ അഭിജാതനും ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഉദാരശീലനുമായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അദ്ദേഹത്തിന്റെ ദാനധർമ്മ പ്രവൃത്തികളെയും ആതിഥ്യ മര്യാദകളെയും പ്രകീർത്തിച്ചിരുന്നു. ശ്രേഷ്ഠനായ വശിഷ്ഠ മുനിക്ക് തണുത്ത ജലം നൽകിയ രന്തിദേവനെ അദ്ദേഹം ആശീർവദിക്കുകയും അങ്ങനെ രന്തിദേവന് സ്വർഗലോകം പ്രാപ്തമാക്കുകയും ചെയ്തു. അദ്ദേഹം ഫലമൂലാദികൾ ഋഷിമാർക്ക് പതിവായി നൽകിയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സർവ്വാഭിലാഷങ്ങളും പൂർത്തിയാകുമെന്ന് ഋഷിമാർ അനുഗ്രഹിച്ചിരുന്നു. ജന്മം കൊണ്ട് ക്ഷത്രിയനായിരുന്നെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മാംസം ഭക്ഷിച്ചിരുന്നില്ല. വശിഷ്ഠമുനിയോട് അദ്ദേഹത്തിന് സവിശേഷമായ ആതിഥേയാദരവുണ്ടായിരുന്നു. വശിഷ്ഠമുനിയുടെ ആശിസാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഉന്നത ലോകവാസം പ്രാപ്തമായത്. പ്രഭാതത്തിലും സായാഹ്നത്തിലും സ്മരിക്കപ്പെടുന്ന ധർമ്മശീലരായ ഈശ്വരഭക്തിയുള്ള രാജാക്കന്മാരിൽ ഒരാളായിരുന്നു രന്തിദേവൻ. ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിച്ചോട്ടെ പ്രഭു. വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ബാക്കി യയാതി വായിക്കട്ടെ പ്രഭു. വായിക്കും. ഹരേ കൃഷ്ണ. യയാതി ലോകത്തിലെ മഹാനായ ചക്രവർത്തിയും ആര്യ സംസ്കാരത്തിലും ഇൻഡോ യൂറോപ്യൻ സംസ്കാരത്തിലും ഉൾപ്പെടുന്ന ലോകത്തിലെ സർവ്വമഹത്തരമായ രാഷ്ട്രങ്ങളുടെയും യഥാർത്ഥ പിതാമഹനുമായിരുന്നു യയാതി. അദ്ദേഹം മഹാരാജാവ് നഹുഷന്റെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ശ്രേഷ്ഠനും മുക്താത്മാവും മഹാനുമായ ദിവ്യയോഗിയായി തീരുകയാൽ യയാതി ലോകചക്രവർത്തിയായി തീർന്നു. അദ്ദേഹത്തിന്റെ യൗവനം കാമാസക്തവും വീരശൃംഗാര രസപ്രധാനങ്ങളുമായ കഥകളാൽ സമ്പൂർണമായിരുന്നെങ്കിലും അനേക സഹസ്ര വർഷങ്ങൾ അദ്ദേഹം ഈ ഭുവനം ഭരിച്ചിരുന്നുവെന്നും നിരവധി യജ്ഞങ്ങളും യാഗങ്ങളും പുണ്യപ്രവൃത്തികളും അനുഷ്ഠിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശുക്രാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയായ ദേവയാനിയുമായി അദ്ദേഹം അനുരാഗത്തിലായി. ദേവയാനി അദ്ദേഹത്തെ പരിണയിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ബ്രാഹ്മണ പുത്രിയാകയാൽ ദേവയാനിയെ സ്വീകരിക്കാൻ ആദ്യം അദ്ദേഹം വിസമ്മതിച്ചു. ധർമ്മശാസ്ത്രമനുസരിച്ച് ഒരു ബ്രാഹ്മണന് മാത്രമേ ബ്രാഹ്മണപുത്രിയെ വിവാഹം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ലോകജന സമൂഹത്തിൽ വർണ്ണസങ്കരമുണ്ടാകാതിരിക്കുന്നതിൽ അവർ അത്യന്തം ശ്രദ്ധാലുക്കളായിരുന്നു. ശുക്രാചാര്യർ ഈ നിരുദ്ധമായ വിവാഹ അനുശാസനത്തെ തിരുത്തുകയും യയാതി ചക്രവർത്തിയെ ദേവയാനിയെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ദേവയാനിക്ക് ശർമ്മിഷ്ഠ എന്നൊരു തോഴിയുണ്ടായിരുന്നു. ശർമ്മിഷ്ഠയും ചക്രവർത്തി യയാതിയെ പ്രണയിച്ചിരുന്നതിനാൽ ദേവയാനിയോടൊപ്പം യയാതിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ശർമ്മിഷ്ഠയെ ശയാഗൃഹത്തിൽ ക്ഷണിക്കുന്നതിൽ നിന്നും യയാതിയെ ശുക്രാചാര്യർ വിലക്കിയിരുന്നു. എന്നാൽ യയാതിക്ക് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ കർശനമായി പാലിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ശർമ്മിഷ്ഠയെ രഹസ്യമായി വിവാഹം കഴിക്കുകയും അവളിൽ പുത്രോത്പാദനം നടത്തുകയും ചെയ്തു. ദേവയാനി ഇക്കാര്യം അറിഞ്ഞപ്പോൾ പിതാവിന്റെ അടുക്കൽ പോയി പരാതി ബോധിപ്പിച്ചു. യയാതി ദേവയാനി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നതിനാൽ അവളെ കൂട്ടിക്കൊണ്ടുവരാനായി ഭാര്യാപിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തോട്
ശുക്രാചാര്യർ രോഷാകുലനായി പെരുമാറുകയും വാർദ്ധക്യം ഗ്രഹിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശുശ്രനായ ശുക്രാചാര്യരോട് ശാപം പിൻവലിക്കണമെന്ന് യാചിച്ച യയാതിയോട് പുത്രന്മാരോട് യൗവനം ആവശ്യപ്പെടാനും അപ്രകാരം പുത്രന്മാരിൽ നിന്നും യൗവനം സ്വീകരിച്ച് പകരം യയാതിയുടെ വാർദ്ധക്യം അവർക്ക് നൽകാനും ശുക്രാചാര്യർ നിർദ്ദേശിച്ചു. യയാതിക്ക് 5 പുത്രന്മാരുണ്ടായിരുന്നു. ദേവയാനിയിൽ 2, ശർമ്മിഷ്ഠയിൽ 3. 1 യദു, 2 തുർവസു, 3 ദ്രുഹ്യു, 4 അനു, 5 പൂരു. ഈ 5 പുത്രന്മാരിൽ നിന്നും 5 പ്രമുഖമായ വംശങ്ങൾ നിലവിൽ വന്നു. 1 യദുവംശം, 2 യവന വംശം അല്ലെങ്കിൽ തുർക്കി, 3 ഭോജവംശം, 4 മ്ലേച്ഛ വംശം അല്ലെങ്കിൽ ഗ്രീക്ക് വംശം, 5 പൗരവംശം. ഈ വംശങ്ങളെല്ലാം ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. യയാതിക്ക് തന്റെ പുണ്യകർമ്മങ്ങളാൽ സ്വർഗലോകത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞു. എന്നാൽ സ്വോത്മശ്ലാഘത്താലും മറ്റ് ശ്രേഷ്ഠ ആത്മാക്കളെ നിന്ദിച്ചതിനാലും അദ്ദേഹം സ്വർഗത്തിൽ നിപതിച്ചു. അധപതനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രിയും പൗത്രനും അവരാർജിച്ച നന്മകൾ അദ്ദേഹത്തിന് ദാനം ചെയ്യാൻ പൗത്രന്റെയും മിത്രമായ ശിബിയുടെയും സഹായത്താൽ അദ്ദേഹം വീണ്ടും സ്വർഗലോകത്തേക്ക് ഉയർത്തപ്പെടുകയും അദ്ദേഹം ആരാധിച്ചിരുന്ന യമരാജന്റെ സദസ്സിലെ ഒരു അംഗമായി തീരുകയും ചെയ്തു. അദ്ദേഹം 1000-ലധികം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും ഉദാരമനസ്കതയോടെ ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്ത അത്യന്തം സ്വാധീനശക്തിയുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ രാജപ്രൗഢി സമ്പൂർണ്ണ ഭുവനത്തിലും വ്യാപിച്ചിരുന്നു. കാമാസക്തമായ അഭിലാഷങ്ങളാൽ പ്രക്ഷുബ്ധമായിരുന്ന അദ്ദേഹത്തിന് 1000 വർഷത്തേക്ക് തന്റെ യൗവനം ദാനം ചെയ്യാൻ പോലും അദ്ദേഹത്തിന്റെ ഇളയപുത്രൻ തയ്യാറായി. ഒടുവിൽ അദ്ദേഹം ലൗകിക ജീവിതത്തിൽ നിന്നും വിമുക്തനാവുകയും പുത്രനായ പൂരുവിന് യൗവനം തിരിച്ചു നൽകുകയും ചെയ്തു. രാജ്യം പൂരുവിന് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ വിശിഷ്ട ജനങ്ങളും പ്രജകളും അതിനെ എതിർത്തു. എന്നാൽ പുരുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രജകളോട് വിശദമാക്കിയപ്പോൾ അവർ പുരുവിനെ രാജാവായി സ്വീകരിച്ച് അംഗീകരിച്ചു. അനന്തരം യയാതി ചക്രവർത്തി കുടുംബജീവിതത്തിൽ നിന്നും വിരമിക്കുകയും കൊട്ടാരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ ബ്രാഹ്മണർ പറയുന്നു അദ്ദേഹത്തിൻ്റെ ആരെ പോലെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. രന്തിദേവനെ പോലെ ആദ്യം തന്നെ പറയുന്നു. അതായത് ഭഗവാൻ കൃഷ്ണനെ പോലെ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടാവും അദ്ദേഹത്തിന് എന്നും പറയുന്നു. ഈ ഒരു ശ്ലോകത്തിൽ ആദ്യത്തെ ഒരു കമ്പാരിസൺ നടത്തുന്നത് അങ്ങനെയാണ്. പിന്നീട് പറയുന്നു രന്തിദേവൻ എന്ന് പറയുന്ന രാജാവിനെ പോലെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി, ഒരുപാട് ദാനങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ ധർമ്മം പരിപാലിക്കുന്ന ഒരു രാജാവ് എന്നുള്ള രീതിയിൽ യയാതി മഹാരാജാവ് ഒരുപാട് ഫേമസ് ആണ്. അദ്ദേഹത്തെ പോലെയും ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസും പരീക്ഷിത്ത് മഹാരാജാവിന് ഉണ്ടാവും എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. ശിലപ്രഭാജി ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യം പറഞ്ഞ കാര്യം കൃഷ്ണനെ പോലെ ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ടാവും, പരീക്ഷിത്ത് മഹാരാജനും ഉണ്ടാവുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ രന്തിദേവനെക്കുറിച്ചും മൂന്നാമത്തെ പാരഗ്രാഫിൽ യയാതി മഹാരാജനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമദൈവോത്തമ പുരുഷൻ കൃഷ്ണന് എല്ലാ ക്വാളിറ്റീസും ഉണ്ട് അല്ലേ? അപ്പോൾ ആ ക്വാളിറ്റീസൊക്കെ ഭഗവാനെ ശുദ്ധ ഭക്തർക്കും കിട്ടുന്നു. ഇത് പല സ്ഥലങ്ങളിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ശരണം പ്രാപിച്ച് ശുദ്ധഭക്തരായി മാറിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കുറേ ക്വാളിറ്റീസൊക്കെ നമുക്കും കിട്ടുന്നു. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പരിപാലിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കാര്യം നമുക്ക് അറിയാം. അദ്ദേഹത്തിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതലേ ഭഗവാനുമായിട്ട് അദ്ദേഹം അടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഭഗവാൻ നേരിട്ട് വന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഭരിക്കുന്ന കാലത്തും ജീവിതകാലം മുഴുവനും ഭഗവാൻ കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന സമയം കൃഷ്ണൻ കൂടെയുണ്ട്. ശ്രീമദ് ഭാഗവതം കേട്ടുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് പോകുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാവിധ ക്വാളിറ്റീസുമുള്ള ഒരു ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ബ്രാഹ്മണർ പറയുന്നത്. പിന്നീട് രന്തിദേവനെക്കുറിച്ച് പറയുന്നു. രന്തിദേവ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. വശിഷ്ഠമുനിയുടെ അനുഗ്രഹത്തോടു കൂടി
അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും പരീക്ഷിത്ത് മഹാരാജാവും എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് പുണ്യാത്മാക്കൾ അല്ലെങ്കിൽ പുണ്യാത്മാക്കളായിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകളിൽ രന്തിദേവൻ്റെ പേര് വരുന്നുണ്ട്. അതേപോലെ ആയിരിക്കും പരീക്ഷിത്ത് മഹാരാജാവും എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. പിന്നീട് യയാതി മഹാരാജാവിനെ കുറിച്ച് പറയുന്നു. യയാതി മഹാരാജനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വേറെ സ്കന്ധത്തിൽ നമ്മൾ പഠിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ശീലപ്രഭാജി വളരെ ചുരുക്കത്തിൽ ഇവിടെ യയാതി മഹാരാജാൻ്റെ ആ ഒരു സ്റ്റോറി ഇവിടെ പറയുന്നു. ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു മഹാരാജാവാണ് യയാതി. മഹാരാജ നഹൂഷയുടെ മകൻ. ലോകം മുഴുവനും ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും. ആ ഒരു വലിയൊരു പരമ്പരയിൽ വരുന്ന ഒരു വ്യക്തിയാണ് യയാതി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ദേവയാനി, ശുക്രാചാര്യരുടെ മകളായിട്ടുള്ള ദേവയാനിയുമായിട്ട് അദ്ദേഹം അടുക്കുന്നു. ദേവയാനിക്ക് യയാതി മഹാരാജനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടാവുന്നു. എന്നാൽ യയാതി മഹാരാജാവ് വിവാഹം കഴിക്കുക എന്നുള്ളതിൽ നിന്ന് കുറച്ച് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു. കാര്യം അദ്ദേഹം ക്ഷത്രിയനും ദേവയാനി ബ്രാഹ്മണനായിട്ടുള്ള ശുക്രാചാര്യരുടെ മകളുമാണ്. സോ ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിലുള്ള വിവാഹം സാധാരണ ആ ഒരു ശാസ്ത്രവിധി പ്രകാരം അത് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. എന്നാൽ ശുക്രാചാര്യർ, ദേവയാനിയുടെ അച്ഛൻ, അതിനെ നിർബന്ധിച്ചു. യയാതി മഹാരാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ അതേ സമയത്ത് ദേവയാനിക്ക് വേറെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ശർമിഷ്ഠ എന്ന് പേരുള്ള വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശർമിഷ്ഠയുമായിട്ടും യയാതി മഹാരാജന് അടുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ആരും അറിയാതെ ശർമിഷ്ഠയും വിവാഹം കഴിക്കുന്നു യയാതി. രണ്ടുപേർക്കും, ദേവയാനിക്കും കുട്ടികളുണ്ടാവുന്നു, ശർമിഷ്ഠയ്ക്കും കുട്ടികളുണ്ടാവുന്നു. ശുക്രാചാര്യർ ഈ ശർമിഷ്ഠയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും അടുപ്പത്തെക്കുറിച്ചും അറിഞ്ഞ് അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം ശപിക്കുന്നു യയാതിയെ. അദ്ദേഹത്തിൻ്റെ എല്ലാ യൗവനവും നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ശാപമാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്നാൽ അതിനു മുമ്പ് ഓൾറെഡി അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു. രണ്ടുപേരും ശർമിഷ്ഠയിൽ നിന്ന് 3 മക്കളും 3 കുട്ടികളും, ദേവയാനിൽ നിന്ന് 2 പേരും. അങ്ങനെ ഈ 5 മക്കൾ, ആൺമക്കളെ കുറിച്ച് ഇവിടെ പറയുന്നു. വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി പിന്നെ ഇവരിൽ നിന്നാണ് വരുന്നത്. യദു, തുർവസു, ദ്രുഹ്യു, അനു, പുരു എന്ന് പറയുന്ന ഇതെല്ലാം യയാതിയുടെ മക്കളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പരമ്പരയാണ്. ഒരുപാട് രാജാക്കന്മാരുടെ പരമ്പര വരുന്നു. അതിനുശേഷം പിന്നീട് യയാതി മഹാരാജാവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട്, ഒരുപാട് പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഉപരിലോകങ്ങളിലേക്ക്, സ്വർഗ്ഗലോകങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. ഇനി അവിടെ പോയതിന് ശേഷവും അദ്ദേഹത്തിന് ചെറിയൊരു വീഴ്ച സംഭവിക്കുന്നു. അങ്ങനെ തിരിച്ച് അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുന്നു. പിന്നെ വീണ്ടും ഷിബി ചക്രവർത്തിയും അതേപോലെ തന്നെ യയാതിയുടെ മകളുടെയും അതേപോലെ കൊച്ചുമകൻ്റെയും ഒക്കെ അനുഗ്രഹത്താൽ, അവരുടെ പുണ്യത്താൽ വീണ്ടും യയാതിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. അങ്ങനെ യമരാജാവിൻ്റെ കൂടെ, യമരാജൻ്റെ ആ ഒരു സംഘം കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നു. അവിടെ ആൾക്ക് അദ്ദേഹത്തിന് പോകാനുള്ള അവസരം കിട്ടുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു ശിലപ്രഭാജി, ഒരുപാട് ദാനവും ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ശക്തിയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ളൊരു രാജാവായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും ഇടയിൽ ഫേമസ് ആയിട്ടുള്ളൊരു രാജാവായിരുന്നു യയാതി. ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ അദ്ദേഹം ലോകം മുഴുവനും ഭരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ആ യൗവനം തിരിച്ചു കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ശുക്രാചാര്യരുടെ ശാപം കാരണം അദ്ദേഹത്തിന് യൗവനം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു.
എന്നാൽ ശുക്രാചാര്യർ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മക്കളിൽ നിന്ന് യൗവനം എടുത്ത് അവർക്ക് ഈ വാർദ്ധക്യം കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഏതെങ്കിലും മക്കൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് യൗവനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വേറെ ആരും അദ്ദേഹത്തിന് യൗവനം കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ പുരു എന്ന് പറയുന്ന അവസാനത്തെ പുത്രൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആദ്യം പുരുവിൽ നിന്ന് യൗവനം എടുക്കുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ യയാതി മഹാരാജാവിന് മനസ്സിലായി ഇങ്ങനെ തുടർന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചറിവ് വരുന്നു. അങ്ങനെ തിരിച്ച് പുരുവിന് യൗവനം കൊടുത്ത് യയാതി വാർദ്ധക്യമെടുത്ത് അദ്ദേഹം ഈ ഒരു റിട്ടയറായി അദ്ദേഹം ഈ രാജ്യമെല്ലാം മക്കളെ ഏൽപ്പിച്ച് എല്ലാവർക്കും ഉത്തരവാദിത്തോടു കൂടി എല്ലാവരെയും ഏൽപ്പിച്ച് അദ്ദേഹം വീട് വിട്ടു പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു അദ്ദേഹം. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് സ്വർഗങ്ങളിലേക്ക് പോകാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ ഈ യയാതി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ദാനവും അദ്ദേഹം ചെയ്തിട്ടുള്ള യജ്ഞങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ശക്തിശാലിയായിട്ടുള്ള ഒരു മഹാരാജാവായിരുന്നു, ചക്രവർത്തി സാമ്രാട്ടായിരുന്നു. അതുകൊണ്ട് യയാതിയുടെ നല്ല കുറേ ക്വാളിറ്റീസ് എല്ലാം പരീക്ഷിത്ത് മഹാരാജാവിനും ഉണ്ടാവും ഭാവിയിൽ എന്നാണ് ഇവിടെ ബ്രാഹ്മണർ പറയുന്നത്. ഓക്കെ, സോ 25ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ, ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ, पतित पावन शिला गुरु महाराज की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्णा. हरे